ഹായ് ഇത് കണ്ടോ നല്ല പെടക്കണ മീൻ കണ്ടാ. ഇത് ശരിക്കും പെടക്കണ മീനാണ് കേട്ടാ. സാധാരണ പെടക്കണ മീൻ എന്നൊക്കെ പറയൂലേ, എന്നാൽ അതുപോലെ അല്ല. ഇത് നല്ല ഫ്രഷ് മീൻ വലയിൽ പിടിച്ച് കൊണ്ടുതേ അവർ എടുത്തിടണണ്ടാ. നല്ല ജീവനോടുകൂടിയ നല്ല പെടക്കണ മീൻ. ഇതാണ് മക്കളെ പെടക്കണ മീൻ എന്ന് പറയണത്. പെടക്കണ മീൻ. വിലയും കുറവാണ് കേട്ടാ, വിലയും കുറവാണ്. നമുക്ക് നല്ല അടിപൊളി പെടക്കണ ജീവനോടുകൂടിയ മീനും കിട്ടും. ഇത് ഞാനിപ്പോൾ ഉള്ളതേ ആലപ്പുഴ ബീച്ചിലാണുള്ളത്. ആലപ്പുഴ ബീച്ചിൻ്റെ സൈഡിൽ. അപ്പോൾ അവിടെ റോഡ് സൈഡിൽ ഇവര് നല്ല പെടക്കണ മീൻ എടുക്കണണ്ടപ്പോഴേ നിങ്ങളെ കാണിച്ചു തന്നു. ഈ വല കണ്ട, ഈ പച്ച വലയിൽ നിന്ന് അവരിതേ ആ മീനെ എടുത്ത് മാറ്റിയിട്ട് ഇതേ അപ്പുറത്ത് ഇങ്ങനെ രണ്ട് ചേട്ടന്മാരെ കണ്ട, അതെടുത്തിട്ട് അവരത് മീനെ വിൽക്കാൻ വേണ്ടി ഇപ്പം തന്നെ തീരും കേട്ടോ. ഇപ്പം തന്നെ പെടക്കണ മീൻ തീരും. ഇത് മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മീനും ഉണ്ട്. ചാളയുണ്ട്, അയിലയുണ്ട്, കൊഞ്ചുണ്ട്, ഞണ്ടുണ്ട്, എല്ലാ തരം മീനുണ്ട്. എല്ലാം ജീവനോടുകൂടി നമുക്ക് കിട്ടും. നമുക്ക് ഈ നമ്മുടെ വീടുകളിലൊക്കെ കൊണ്ടുവരുന്ന മീനില്ലേ, 2-3 ദിവസമൊക്കെ ആയ മീനുകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചില മീനുകളൊക്കെ ഐസിലൊക്കെ ഇട്ടത്. ഇതങ്ങനെയൊന്നുമല്ല, നല്ല പെടക്കണ മീനാണ്. എൻ്റെ കണ്ണിൽ ഞാൻ കാണുന്നതാണ് ഈ മീനുകളൊക്കെ പെടക്കുന്നത്. ഇതിൽ ചില മീനുകളൊക്കെ ചത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അടുത്തേക്ക് പോയി നോക്കട്ടെ കേട്ടോ. അത് ഞണ്ട് കിടപ്പുണ്ട്. ഞണ്ടുകൾക്കൊക്കെ എപ്പോഴും ജീവനുണ്ട്. ചില മീനുകൾക്ക് ഇപ്പോഴും കിടന്ന് പിടയ്ക്കുന്നുണ്ട്. ചിലതൊക്കെ ചത്തു. നല്ല ജീവനോടുകൂടിയ മീനത് ഇവിടെ വരുന്നവർ ഇവിടെ വന്ന് മീനെ വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയാൽ അറിയിട്ടാ. അങ്ങനെയുള്ള ഒരു പ്രത്യേകത ഉണ്ട് ഇവിടെ. ഇവിടെ ഈ റോഡിൽ മൊത്തം ഇങ്ങനെ കുറേ സ്ഥലത്ത് ഞാൻ ഇങ്ങനെ കണ്ടിട്ടോ. ഇതും പലതരം മീനുണ്ട്. ചാളയുണ്ട്, അയിലയുണ്ട്, അങ്ങനെ പലതരം മീനുകളുണ്ട്. ഇവിടെ വന്ന് വാങ്ങിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാർ വഴിയരികത്തു നിന്ന് വാങ്ങിക്കുന്നുണ്ട്. അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ വല ചുരുക്കി വെച്ചതിന് കഴിഞ്ഞിട്ട് കേട്ടോ ഈ മീനെടുത്ത് വിൽക്കുവാണ് കണ്ടോ. ഇവർ കൊടുത്ത് തീരാറായി. ഇപ്പം തന്നെ ഇത് മൊത്തം തീരും. ഇപ്പം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടാ.